ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഗാലക്സി ഫ്ലൂട്ട്സിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു അറബിക് ചാനലിൽ നിന്നുമാണ്. അപ്പോൾ മലയാളത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും കാണുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയൊക്കെ മെൽറ്റാകുന്നത് വരെ ഇതേപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് മിക്സായി കിട്ടണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്ന ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ മൈദയൊക്കെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഒന്നിച്ച് മുഴുവനായിട്ട് ചേർക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ടോട്ടലായിട്ട് 1/4 കപ്പ് പാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു 4 ടീസ്പൂൺ പാലുമാണ് ചേർത്തിട്ടുള്ളത്. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്, ദോശമാവിനേക്കാളും അല്പം ഒന്ന് ലൂസായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം. എത്രത്തോളം തിന്നാക്കാൻ കഴിയുമോ അത്രത്തോളം ആക്കി കൊടുക്കുക. കുറച്ച് സമയം മാത്രം വെച്ച ശേഷം പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും വെക്കരുത്. കൂടിയത് ഒരു 5 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ ഇത് ഇതേപോലെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ അറ്റമൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ള അത്ര നിങ്ങൾ ബാറ്റർ എടുക്കണ്ട, ഇതിലും കുറച്ചിട്ട് എടുത്താൽ മതി. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് വളരെ തിന്നായിട്ട് ഇതേപോലെ പരത്തി കൊടുത്താൽ മതി. ഇതേപോലെ വലിയ സൈസിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉൾവശമൊന്നും ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ ഗാലക്സി ഫ്ലൂട്ട്സിൻ്റെ ആ ഉൾവശത്തുള്ള ആ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു റോളാണ് ഈ ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ആ ഒരു ഹോൾ കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് റോളാക്കി എടുത്തിട്ടാണ് അടുത്തതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ ഇതേപോലെ ആദ്യം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ദോശയൊക്കെ ഇതേപോലെ ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 30 റോള് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര തന്നെ എടുക്കണമെന്നില്ല, ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് ഓവനിലും ഓവൻ ഇല്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട്. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഓരോ റോളും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ചെണ്ണത്തിൽ ഇതേപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തതാണ്. ബാക്കിയൊക്കെ സാധാരണ ആദ്യം കാണിച്ച പോലെ റോൾ ചെയ്തെടുത്തതും. പിന്നെ കുറച്ച് അല്പം വലിപ്പത്തിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് റോള് പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബേക്കിങ്ങിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ റോള് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെയാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശവും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു 20 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചൂട് മാറിയ ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലാണ് ഇത് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചൂട് മാറിയ ശേഷം ഞാൻ ഇതിൻ്റെ അലൂമിനിയം ഫോയിലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവൻ ഇല്ലാതെ ചെയ്തെടുത്തതാണ്. ഇനി ഓരോ റോളിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 2:1 ആണ്. അതായത് ആണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ക്രീം ചൂടാക്കിയിട്ട് മെൽറ്റാക്കിയ ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്.
അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു സൈഡിലൂടെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിനാൽ മറ്റേ വശത്തേക്ക് ഇതേപോലെ വന്നോളും. ഗനാഷിന് പകരമായിട്ട് ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും പിന്നെ ഒരു 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും കൂടി മെൽറ്റ് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മാത്രം എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയി മാറിയ ശേഷം നമുക്ക് ഈ ഓരോ റോളും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഫ്ലൂട്ടിൻ്റെ പുറത്തുള്ള ആ ഒരു ഡിസൈന് വരാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പുറത്ത് വെച്ചപ്പോൾ തന്നെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. അതിനുശേഷം ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള വശമൊക്കെ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോഴുള്ള ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഉള്ളതെന്ന്. ഒറിജിനൽ ഫ്ലൂട്ടിൻ്റെ റെസിപ്പിയൊന്നും അല്ലെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എല്ലാം ഒന്നും ഇതേപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ല. ചിലതൊക്കെ ആ ദോശയുടെ തിക്നെസ് കൂടിയിട്ട് ഉൾഭാഗം അല്പം സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇതേപോലെ റോള് മാത്രമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തതിനാണ് കറക്റ്റായിട്ട് ഇതേപോലെ ഹോൾസൊക്കെ വന്നിട്ടുള്ളത്. മറ്റേതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.